ഹായ് ഗെയ്സ്, ഞാനും അമ്മുക്കുട്ടിയും കൂടെ കൊലുസ് മേടിക്കാനായിട്ട് ഒന്ന് ടൗൺ വരെ പോകാമെന്ന് തീരുമാനിച്ച്. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്ത് സമയം കളയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ട് കഥ അടച്ച്. ഇനിയിപ്പം റോഡിലിറങ്ങിയിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീടൊക്കെ പൂട്ടി ഇറങ്ങി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി, നല്ല മഴക്കാലമാണ്, പക്ഷെ മഴയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ബസ് ശരിയാവത്തില്ല. എന്തായാലും ഒരു ഓട്ടോ പിടിച്ച് പെട്ടെന്ന് പോകാമെന്ന് തീരുമാനിച്ച്. അങ്ങനത്തെ പരിചയമുള്ള ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറാം എന്ന്. അപ്പം വരാനായിട്ടൊരു 5 മിനിറ്റ്സ് താമസമുണ്ട്. എന്തായാലും ഓട്ടോയിൽ കയറി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജുവലറിയിൽ എത്തി. അപ്പോഴത്തേക്ക് വെള്ളിക്കൊലുസാണ് ഞങ്ങൾ നോക്കുന്നത്. സ്വർണം നമുക്ക് ഇപ്പം മേടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ വെള്ളിക്കൊലുസാണ് നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാനും അമ്മും കൂടെ പെട്ടെന്ന് കൊലുസൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ ഇടാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് അമ്മുക്കുട്ടിക്ക് മേടിച്ച കൊലുസ്. എൻ്റേത് കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മോഡലാണ്. എൻ്റെ കാലിലൊക്കെ കണ്ടില്ലേ, സ്കിൻ ഒരു അലർജി വന്ന് ഇരിക്കുക. അപ്പോൾ കടയിൽ വെച്ച് നമ്മൾ വീഡിയോ എടുത്തില്ല, നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കൊലുസ് കാണിക്കാമെന്ന് തീരുമാനിച്ചത്. കടയിൽ വെച്ച് എടുക്കാനായിട്ടൊരു ചമ്മലുണ്ടായിരുന്നു. നമ്മൾ കൊലുസ് കടയിൽ നിന്ന് നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാവോ? ഒരു ഫാൻസി കട. അപ്പോൾ ഒരു പുതിയൊരു ഫാൻസി കട തുടങ്ങി. അപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കമ്മൽ, മാല, ബാഗ്, ബോയ്, വള, അങ്ങനെ ഒരുപാട് കളക്ഷനുണ്ട്. അപ്പോൾ എൻ്റെ വീക്ക്നെസ് കമ്മലാണ്. അപ്പോൾ ഞാൻ ആ സെക്ഷനിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് കമ്മലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ ഞാൻ കൺഫ്യൂഷൻ അടിച്ച്. എന്തായാലും ഞാനും അമ്മുക്കുട്ടിയും കൂടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കമ്മൽ, മാല, ബോയ്, കുപ്പിവള, സ്ലൈഡ്, അങ്ങനെ അത്യാവശ്യം ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളെന്താ അപ്പോഴത്തേക്കും നല്ലോണം വിശന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു ഷാർജയും പിന്നെ ഒരു ചിക്കൻ റോളുമാണ് മേടിച്ചത്. ഞങ്ങൾ അടുത്ത് കണ്ട ഒരു നല്ല അടിപൊളി ബേക്കറിയിൽ കയറി വയറ് നിറച്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് റോള് കണ്ടപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിക്കൻ റോളായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓരോ ചിക്കൻ റോൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് ഷാർജയാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കഴിച്ചു. അപ്പോൾ അത്രയും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് സെൽഫിയും വീഡിയോയും പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഒരു ഓട്ടോയിൽ കയറി പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ഭാഗ്യത്തിന് മഴക്കാലമായിട്ടും വലിയ മഴയൊന്നും പെയ്തില്ല. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്ന കാഴ്ച ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ലായിരുന്നു. കിണറിൻ്റെ മേളിൽ കൂടെ വയനയിലേക്ക് പിടിക്കുന്ന ഒരു മരമില്ലേ, ആ മരം ഒടിയുമെന്ന് ഞങ്ങൾ ഒരിക്കലും, നല്ല ബലമുള്ള മരമായിരുന്നു. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെയും ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു മരം ഇങ്ങനെ കിണറിൻ്റെ മേളിൽ കൂടെ വന്ന് വീഴുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോഴത്തേക്ക് എന്തായാലും മരം വീണിട്ടുണ്ട്. കിണറിൻ്റെ മേളിൽ കൂടെ മോട്ടറിൻ്റെ വയറിൻ്റെ മണ്ടയിൽ കൂടെയാണ് മരം വീണത്. ഇനിയിപ്പം ആരെങ്കിലും വിളിച്ച് അതെല്ലാം കട്ട് ചെയ്ത് അവിടെ എന്തായാലും ഇലയും അതെല്ലാം കൂടെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു. ആ ഇലയും മരം എന്തായാലും മോട്ടറൊക്കെ വർക്ക് ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും അതെല്ലാം ഇനിയും മുറിച്ച് മാറ്റണം. അതിന് ആരെങ്കിലും വിളിച്ച് അതെല്ലാം റെഡിയാക്കണം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ലവ് യു ഗൈസ്.